അസ്സലാമലൈക്കും മുത്തുമണികളെ, സുഖമല്ല? അൽഹംദുലില്ലാ, എനിക്ക് സുഖമാണ്. അപ്പം ഞാൻ പറയാൻ വന്നതേ, നമ്മൾ ഓരോ പ്രവാസികൾക്കും ഓരോരോ ബുദ്ധിമുട്ടും കഷ്ടപ്പാടുകളൊക്കെ ഉണ്ടാവും കേട്ടോ. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ഈ സ്ത്രീകൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് തോന്നുകയാണ്. അവരെ മക്കളെയും കുടുംബത്തെയും എല്ലാവരെയും വിട്ടെറിഞ്ഞ് വരും. പക്ഷേ ആണുങ്ങൾക്കാവുമ്പോൾ അവർക്കത് പിന്നെ ഒരു ഉൾക്കൊള്ളാനൊരു ശക്തി ഉണ്ടാവും. പക്ഷേ പെണ്ണുങ്ങൾക്ക് അതല്ല എന്നാണ് എൻ്റെ ഒരു ഇത് കേട്ടോ. പക്ഷെ ഞാൻ എൻ്റെ അനുഭവം കൊണ്ട് പറയണേ. നമുക്കൊക്കെ നമ്മളെ വീട്ടിൽ നമ്മളെ മക്കളെ, എനിക്കൊക്കെ പറഞ്ഞാൽ എൻ്റെ ഒരു ചെറിയൊരു കുട്ടി എന്ന് പറഞ്ഞാൽ, എൻ്റെ ഒരു മോൾക്കൊരു കുട്ടിയുണ്ട്. അതിന് ഞാൻ ശരിക്കും കാണാനോ അല്ലെങ്കിൽ അതിന് എനിക്കൊന്ന് കൊഞ്ചിക്കാനോ താലോലിക്കാനോ എനിക്ക് ടൈം കിട്ടിയില്ല. അതിന് കുറച്ച് 90 കഴിഞ്ഞിട്ടില്ല. 92 ദിവസമായപ്പോഴത്തേന് ഞാൻ കയറിപ്പോന്നതാണ് കേട്ടോ. ഇപ്പോൾ കുട്ടിക്കൊരു വയസ്സ് കഴിഞ്ഞു. അപ്പോൾ അതാ പറയുന്നത്, നമ്മളെ വേദനകളൊക്കെ ഞാൻ ഉള്ളിൽ അടിച്ചമർത്തിയിട്ട് ഞാൻ ഇപ്പോൾ ഇവിടെ നിൽക്കണം കേട്ടോ. കാരണം നമ്മളെ നിൽക്കുന്നതിന് കാരണം എന്ന് പറയുമ്പോൾ നമുക്ക് അത്രയും ബുദ്ധിമുട്ടും കഷ്ടപ്പാടും നമ്മൾ ഓരോരോ ബുദ്ധിമുട്ടുകൊണ്ട് മാത്രം നിൽക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇട്ടെറിഞ്ഞ് പോകാനും കഴിയൂലല്ലോ. അപ്പോൾ ഇവിടെ ആണെങ്കിൽ ഇവിടെയും കഷ്ടപ്പാട് ഓരോ ഉറക്കമില്ല ഊണമില്ലാറുന്ന അവസ്ഥയാണ് ഇവിടെ വന്നപ്പോൾ. ഇവിടെയും എല്ലാതും കൊണ്ടും നമ്മൾ ഇടങ്ങാറി കുടുങ്ങി. പക്ഷെ നമ്മൾ എന്നാലും മനസ്സിനൊരു കട്ടി കൊടുത്തിട്ട് ഇവിടെ നിൽക്കുക തന്നെ ഉള്ളൂ കേട്ടോ. ഇൻഷാ അല്ലാ ഒക്കെ ശരിയാവും. അപ്പോൾ ഈ അറബി വീട് എന്നൊക്കെ പറയുമ്പോഴേ എന്താണെന്നോ, നമുക്ക് ഒരു അവരിങ്ങനെ ഓരോ ടൈമിൽ ഇങ്ങനെ വന്നിട്ട് നമുക്കൊരു റെസ്റ്റ് എന്ന് പറയണത് തരൂല. നമുക്കൊരു 5 മിനിറ്റ് കുറച്ച് നേരം നമ്മളൊന്ന് റെസ്റ്റിന് കയറി അപ്പം അവർ എന്തെങ്കിലും കാരണത്തിന് വിളിക്കും. ഒരു മനസ്സമാധാനം എന്ന് പറയണത് ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ വേറെ പുറത്തൊരു ജോലിയാണെങ്കിൽ നമുക്ക് ഇത്രക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല കേട്ടോ. ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, ഈ അറബി വീട്ടിലൊക്കെ ഈ ഹൗസ് മെയ്ഡൊക്കെ ആയിട്ട് ആൾക്കാർ വന്നിക്കണം. അവർ അത്രക്ക് ബുദ്ധിമുട്ടുകൊണ്ടാണ്. കാരണം അല്ലെങ്കിൽ ഒരാൾ ഈ ഒരു ജോലിക്ക് വരൂല. നമ്മൾ ഈ നിൽക്കുന്ന കാലം വരെ നമ്മളില്ല. നമുക്കൊരു ഊണോ നമുക്കൊരു ഉറക്കമോ അല്ലെങ്കിൽ നമ്മളൊരു കാര്യങ്ങളോ നമുക്കില്ല. അവർ നട്ടപ്പാതിരാക്ക് വന്ന് വിളിച്ചാലും അവർ പറഞ്ഞ് ചെയ്ത് കൊടുക്കുക. അതൊക്കെയാണ് നമുക്കിവിടെ ഒരു ജോലി. എന്തായാലും എല്ലാവരും പടച്ചോൻ കാക്കട്ടെ. എനിക്കിപ്പോൾ എന്ന് പറയണത്, എനിക്കിവിടെ സ്വഭാവമൊക്കെ നല്ല സ്വഭാവം കേട്ടോ. അവർ കയ്യിലൊന്നും കുഴപ്പമില്ല, നല്ല സ്വഭാവമാണ് അവർക്ക്. പക്ഷേ എങ്കിൽ എന്താണെന്ന് നമുക്ക് പിടിച്ച് നിൽക്കാൻ ഒരു റെസ്റ്റ് അങ്ങനത്തെ ഒരു ഇതൊന്നുമില്ല. റെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് റെസ്റ്റ് ഉണ്ടോ ചോദിച്ചാൽ റെസ്റ്റ് ഉണ്ട്. എന്നാലും നമ്മളൊരു കുറച്ച് നേരമൊക്കെ ആകുമ്പോഴത്തേനും അവർ വിളി തുടങ്ങും. അപ്പം പിന്നെ നമുക്ക് ഒന്ന് ഉറങ്ങാനോ മനസ്സൊഴിഞ്ഞൊന്ന് കിടക്കാനൊന്നും പറ്റൂല. നമുക്ക് വെറുതെ ഇങ്ങനെ വന്ന് കുറച്ച് നേരം ഒന്ന് ഇരിക്കുക. അപ്പത്തേനും അവർ വിളിക്കും. അങ്ങനെ രാത്രിയൊന്നുമില്ല, പകലാന്നില്ല. രാത്രി ആയാലും വേണ്ടില്ല, പകലായാലും വേണ്ടില്ല. ഒരു വിധം കഴിയുമെങ്കിൽ അവനവൻ്റെ നാട്ടിൽ ജോലി എടുത്ത് ജീവിക്കണേനൊക്കില്ല. ഇൻഷാ അല്ലാ ഞാനിനി നമുക്ക് നാട്ടിൽ ജോലി എടുത്ത് ജീവിച്ചാൽ എന്താണെന്ന് നമുക്ക് അപ്പം കിട്ടണ അപ്പൊക്കെ തന്നെ ചിലവാകും. നമുക്ക് കടങ്ങളും കാര്യങ്ങളൊന്നും മുന്നോട്ട് പോവില്ല. അതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഈ ഒരു ജീവിതം തിരഞ്ഞെടുത്തത്. ഇപ്പം ഞാൻ എന്തായാലും പറ്റാതെ ഇരിക്കണു ഇവിടെ നിന്നിട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഉറക്കക്ഷീണവും അതും ഇതും മറ്റേതൊക്കെ ഉണ്ട്. കഴിയുന്നിടത്തോളം നിൽക്കുക, അത്രേ പറയാൻ പറ്റുള്ളൂ. നമ്മൾ വന്ന ലക്ഷ്യങ്ങൾ നിറവേറ്റണവരെ നിൽക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നൊന്നുമില്ല. എന്നാലും നമുക്ക് മാക്സിമം ഞാൻ പിടിച്ച് നിൽക്കാൻ നോക്കുന്നുണ്ട്. പിന്നെയൊക്കെ വരുന്ന പോലെ വരട്ടെ, വിധി പോലെ വരുന്നു വിചാരിച്ച് സമാധാനിക്കുകയാണ്. അപ്പോൾ എല്ലാവരും നിങ്ങൾക്ക് കഴിയുന്നവരൊക്കെ എൻ്റെ ഓരോ വീഡിയോസൊക്കെ എന്തെങ്കിലും ചെറുതൊക്കെ ഉണ്ടാവും, അതൊക്കെ ഒന്ന് കണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ പറയാനുള്ളൂ. അപ്പോൾ എല്ലാവരും കൂടെ ഉണ്ടാവണം. നിങ്ങളെല്ലാവരും പ്രാർത്ഥന വേണം, ദയ വേണം. അപ്പോൾ എല്ലാവരും എൻ്റെ കൂടെ തന്നെ വേണം. അപ്പോൾ ഇത്രയൊക്കെ പറയാനുള്ളൂ. നിങ്ങൾ ഓരോരുത്തർ തരുന്ന ഓരോരോ പിന്തുണയാവും ഇനി മുന്നോട്ടുള്ള എൻ്റെ ജീവിതം.
കാരണം നമ്മളിപ്പോൾ ഈ ഒരു ഇതിൻ്റെ ഇടയിലും ഈ യൂട്യൂബ് കൊണ്ട് നടക്കുന്നത് നേരം പോക്കിനൊന്നല്ല, നമുക്ക് എന്തെങ്കിലും ഒരു വരുമാനം ഇന്ന് കിട്ടട്ടെ വിചാരിച്ചിട്ടാണ്. അപ്പം അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇന്ന് കൂടെ ഉണ്ടാവണം കേട്ടോ. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.